It happens only in India. പട്ടിയെ കിട്ടാത്തോണ്ട് വീട് വിട്ടുപോയ കുട്ടികളെ തപ്പിപ്പിടിച്ച് കിട്ടിയപ്പോ പോലീസിന്റെ കയ്യിൽ നിന്നും കുട്ടികൾക്കു കിട്ടി പൊമറീനിയൻ പട്ടിക്കുട്ടികൾ. ഇറ്റ് ഹാപ്പൻഡ് ലാസ്റ്റ് വീക്ക് ഇൻ കോയമ്പത്തൂർ. ആവശ്യം പട്ടിക്കുട്ടി ആയോണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ സവാള വട വേണമെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ പോലീസുകാര് കഷ്ടപ്പെട്ടേനെ. കാരണം ഇപ്പോ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സവാള പ്രതിസന്ധിയാണല്ലോ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണിത്. യുവർ ആർജെ ദോസ് പൂജ ഇസ് വിത്ത് യു ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ഗർഭിണിയായ ഭാര്യമാരെ പലപ്പോഴും ഭർത്താക്കന്മാരോട് മസാല ദോശ വേണം, പരിപ്പുവട വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സവാള വട തിന്നണം എന്ന് ആഗ്രഹം പറയാതിരിക്കാൻ പ്രത്യേകം വഴിപാടുകൾ വല്ലതുമുണ്ടോ തിരുമേനി എന്നാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അമ്പലങ്ങളിലെ ഭക്തജനങ്ങളുടെ ചോദ്യം. അല്ല, സവാളയ്ക്ക് കിലോ 70 രൂപയാണേ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളിവടകൾ ഉണ്ടാക്കുന്നത് തട്ടുകട ചേട്ടന്മാർ നിർത്തിവെച്ചിരിക്കുക. ഹോട്ടലിലാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടാറുള്ള സവാള വട്ടത്തിലരിഞ്ഞതും ഇപ്പൊ നെഹി നെഹി. ചോദിച്ചാൽ അടുക്കളയെന്ന് ഒരു സവാള കാണിച്ചു തരും. അതും കണ്ട് തൽക്കാലം തൃപ്തി അടയേണ്ട അവസ്ഥയാ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. പക്ഷേ ഈ ഒണിയൻ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്ത് എന്ന് ഞാൻ നമ്മുടെ പല നേതാക്കളോടും ചോദിച്ചു. അവരുടെയൊക്കെ മറുപടി ആഫ്റ്റർ 2 songs only on It Happens Only in India on Club FM. ടൺ കണക്കിന് ഫൺ. It happens only in India. രൂപയുടെ വില താഴോട്ട് വരുന്നു, സവാള വില മേലോട്ട് പോകുന്നു. ഇതിലിപ്പോ ഇന്ത്യയെ ഏറ്റവും കാര്യമായി ബാധിക്കുന്ന പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്നാവും ഇന്ത്യക്കാര് ഒന്നടങ്കം പറയുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൊതു പ്രശ്നമായി മാറിയിരിക്കുന്ന സവാള പ്രതിസന്ധിയെ പറ്റി ഞാൻ പല നേതാക്കളോടും ചോദിച്ചു. സവാള വില ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബാറുകളെ ആവാനാണ് സാധ്യത. ബോട്ടിലിന്റെ കൂടെ ഒരു പ്ലേറ്റ് സവാള ടച്ചിങ്സിന് ഇല്ലാത്തതിൽ മദ്യപാനികൾ ദുഃഖിതരാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ വിളിച്ചത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ബാബു സാറേ, ഈ സവാള വില ഉണ്ടല്ലോ, അതിനാദ്യം തന്നെ UDF-ന്റെ സമിതി കൂടിയിട്ട് ആ ശുപാർശ UDF-ന്റെ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞ് ഗവൺമെന്റിൽ വരണം. അപ്പോഴാണ് ഇതിനെ വരാം. അപ്പൊ അതിനനുസൃതമായ നിയമം നിർമ്മാണം വേണ്ടിവരും. എന്ത് കാര്യത്തിനോടും എപ്പോഴും പ്രതികരിക്കാൻ റെഡിയായിരിക്കുന്ന നമ്മുടെ VS സാറിനോട് ചോദിച്ചാലോ? ചേടാ, സാധാരണക്കാരന്റെ ഉള്ളി പ്രശ്നത്തില് ഇടപെടാൻ ആർക്കും താല്പര്യമില്ലേ? എങ്കിൽ പിന്നെ എന്താണ് ഈ സവാള പ്രശ്നത്തിനെ പറ്റി രാജമോന് പറയാനുള്ളത്? കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല സർ. ഐ ആം എ ടാക്സ് പേയിങ് സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. ബേസിക് സിവിലിയൻ റൈറ്റ്സ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെങ്കിലും അവരത് ചെയ്യട്ടെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? കയ്യിൽ കാശുണ്ടെങ്കിൽ സവാള വാങ്ങിച്ച് കഴിച്ചോളൂ. ഇല്ലെങ്കിൽ തൽക്കാലം സവാളയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. It happens only in India. Happening only on Ungal Club FM. ടൺ കണക്കിന് ഫൺ. കൂടെയുള്ളത് യോർ ആർജെ ദോസ് പൂജ. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ കാലത്ത് പോലീസ് തന്നെ പോലീസിനോട് കൈക്കൂലി വാങ്ങിയതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഇറ്റ് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ തലശ്ശേരി. കപ്പലിൽ തന്നെയുള്ള കൈക്കൂലിക്കാരെ കൈയോടെ പിടിക്കാൻ കണ്ണൂരിലെ SP ആണ് സിനിമാ സ്റ്റൈലില് മണൽ ലോറിക്കാരനായി വേഷം മാറി വന്നത്. ലോറിക്ക് നേരെ കൈ കാണിച്ച പോലീസുകാരുടെ അടുത്തേക്ക് ചെന്ന SP-യോടും പോലീസുകാര് 1000 രൂപ മാമൂല് ചോദിച്ചു. 1000 രൂപ ഇല്ലാന്ന് പറഞ്ഞപ്പോ എങ്കി ഉള്ളത് തന്നിട്ട് പോടേ എന്നും പറഞ്ഞ് വണ്ടി വിട്ടു. പക്ഷെ കളക്ഷൻ മുഴുവൻ എണ്ണി തീരും മുമ്പ് SP തിരിച്ചു വന്നു. കൈയോടെ അവരെ പിടികൂടി. പിറ്റേന്ന് സസ്പെൻഷൻ ലെറ്റർ കയ്യിലോട്ടും കൊടുത്തു. അതാണ് ഉറുമീസ് അല്ലെ? ഇങ്ങനെയുള്ള പോലീസുകാരും happens in India. It happens only in India ആണിത് on Club FM. ടൺ കണക്കിന് ഫൺ. It happens only in India. It happens only in India. Now it's time for our replay. മറ്റെല്ലാ ഭക്ഷണങ്ങളെയും പിന്തള്ളി ഇഡലിയെയും സാമ്പാറിനെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പട്ടിയെ കിട്ടാത്തോണ്ട് വീട് വിട്ടുപോയ കുട്ടികളെ തപ്പിപ്പിടിച്ച് കിട്ടിയപ്പോ പോലീസിന്റെ കയ്യിൽ നിന്നും കുട്ടികൾക്കു കിട്ടി പൊമറീനിയൻ പട്ടിക്കുട്ടികൾ. ഇറ്റ് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ കോയമ്പത്തൂർ. സവാളയ്ക്ക് കിലോ 70 രൂപയാണേ. അതുകൊണ്ട് ഇപ്പൊ ഉള്ളിവടകൾ ഉണ്ടാക്കുന്നത് തട്ടുകട ചേട്ടന്മാർ നിർത്തിവെച്ചിരിക്കുക. രൂപയുടെ വില താഴോട്ട് വരുന്നു, സവാള വില മേലോട്ട് പോകുന്നു. കപ്പലിൽ തന്നെയുള്ള കൈക്കൂലിക്കാരെ കൈയോടെ പിടിക്കാൻ കണ്ണൂരിലെ SP ആണ് സിനിമാ സ്റ്റൈലില് മണൽ ലോറിക്കാരനായി വേഷം മാറി വന്നത്. SP-യോടും പോലീസുകാര് 1000 രൂപ മാമൂല് ചോദിച്ചു. സോ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കാം
എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എന്തും സംഭവിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അടുത്ത ഞായറാഴ്ച കൃത്യം 10 മണിക്ക് പൂജ വിൽ ബി ദേർ ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ഈ ആഴ്ചയിലെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയണം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എനിക്ക് ഇമെയിൽ ചെയ്യുക ithappens@clubfm.co.in. So this is Pooja signing off. स्वस्थ रहिए, व्यस्त रहिए और मस्त रहिए.